സിനിമയിലെ പാട്ട് സീനിൽ ഒരു മാരത്തൺ റൺ കാണിക്കുന്നുണ്ട് അല്ലേ? അത് നിരുപമയാണോ ഓടുന്നതെന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. കാരണം നിരുപമയുടെ അറ്റയർ അല്ല, നിരുപമയുടെ ആറ്റിറ്റ്യൂഡ് അല്ല മഞ്ജു വാര്യർ ഇതിൽ ഓടുന്ന സമയത്ത്. നമ്മൾ അതുവരെ കാണാത്ത നിരുപമ തന്നെയാണ് ആ മാരത്തൺ ഓടുന്നതും. അതിൽ വസ്ത്രത്തിൽ നിന്നുള്ള അവളുടെ ഒരു മുമ്പോട്ട് പോക്കായിരുന്നു അത് ശരിക്കും, ആ ഒരു അറ്റയർ. നിരുപമയെ ആക്ച്വലി രാജീവ് അർഹിച്ചിട്ടുണ്ടോ? ഇമോഷണൽ ആവാറുണ്ടോ നിങ്ങൾ എഴുതുന്ന സമയത്ത്? നമ്മൾ സിനിമ കാണുമ്പോൾ ഇമോഷണൽ ആവാറുള്ള പോലെ. എൻ്റെ വീട് അപ്പുൻ്റെയിലേക്ക് വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സിബ്ലിംഗ് റൈവലിൻ്റെ ഒരു ചെറിയ അളവിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിലെ പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളതാണ്. ഒരു ഡയലോഗും ഒരു എഴുത്തുകാരനും പ്രിയപ്പെട്ടതായിരിക്കാൻ പാടില്ല, കാരണം എഡിറ്റിംഗ് ടേബിളിൽ ചിലപ്പോൾ അതില്ലാതായിരിക്കും. ഞങ്ങൾക്കറിയാമായിരുന്നു ഇതിൽ ഈ ക്യാരക്ടർ ജ്യോതിർമയ്ക്ക് കൊടുത്താൽ വ്യക്തമായി ആ ക്യാരക്ടർ ജ്യോതിർമയുടെ കയ്യിൽ സേഫ് ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. സ്കൂളിൽ വന്ന് പോലീസ് കൊണ്ടുപോകുന്ന ഒരു സീനുണ്ട് സ്കൂൾ. അതായിരുന്നു കാളിദാസൻ എന്ന് പറയുന്ന 10 വയസ്സുകാരൻ ഏറ്റവും ട്രോമ ഉണ്ടാക്കിയത്. ഈ ഓർമ്മ നഷ്ടപ്പെടുന്ന വ്യക്തിക്കായുള്ള സെക്ഷുവാലിറ്റി എങ്ങനെയാണ് അപ്പം മറക്കാൻ സാധിക്കുക? സെക്ഷുവാലിറ്റി അത് ഇൻബിൽട്ട് അല്ലേ, നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് ആ ഓറിയന്റേഷൻ ഫിക്സ് അല്ല ഒരാളുടെ. മുംബൈ പോലീസ് ചെയ്യുന്ന സമയത്ത് ബീയിങ് ഗേ ഇസ് എ ക്രിമിനൽ ഒഫൻസ്. ശരിക്കും ഇനിയൊരു രഹസ്യം പറയാമല്ലോ ഗദ്ദാഫിയോട്. ഷൂട്ടിങ് തുടങ്ങുമ്പോൾ പോലും ജൈവ കൃഷി എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നില്ലേ? ഇല്ല. ഇതിപ്പോൾ ഹൗളറിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മഞ്ജു വാര്യരുടെ രണ്ടാമത് തിരിച്ചു വരവായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത ഒരുപാട് കമേഴ്ഷ്യലി സക്സസ് ആയിട്ടുള്ള ഒരു സിനിമയുടെ എഴുത്തുകാരനോട് ഞാൻ ചോദിക്കുകയാണ്, മഞ്ജു വാര്യരെ കണ്ടിട്ടല്ല ആ സിനിമ എഴുതിയിരുന്നതെന്ന് എപ്പോഴൊക്കെയോ ഇൻ്റർവ്യൂവിൽ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു. നിങ്ങൾ എഴുതുന്ന സമയത്തേ ആരായാലും നന്നായിരിക്കും എന്ന് ചിന്തിക്കുമല്ലോ. അപ്പം മഞ്ജു വാര്യർ അല്ലായിരുന്നെങ്കിൽ പിന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന നടിയുടെ രൂപം ആരുടെയായിരുന്നു, എങ്ങനെയായിരുന്നു? ഒരു തമാശ അറിയോ, ഞങ്ങളുടെ കാര്യത്തിൽ ഒരു ആക്ടർ വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു സിനിമയിൽ ഈ ഒരു ആക്ടറാണ് ഇപ്പോൾ ഉദാഹരണത്തിന് മുംബൈ പോലീസിൽ പൃഥ്വിരാജാണ് അഭിനയിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ എഴുതുന്ന സമയത്ത് പൃഥ്വിരാജിൻ്റെ മുഖം ഞങ്ങളുടെ മനസ്സിൽ വരാറില്ല. ആണോ? വരാറേ ഇല്ല. അതെന്താണ് എന്ന് ചോദിച്ചാൽ അറിയില്ല. അത് വെയ്ഗായിട്ടുള്ള ഒരു ആന്റണി മോസസ് ആയിരിക്കും. ഒരാള് നമ്മുടെ പടത്തിൽ ഇദ്ദേഹമാണ് അഭിനയിക്കുന്നതെന്ന് അറിഞ്ഞെഴുതുമ്പോൾ പോലും അങ്ങനെ സംഭവിക്കാറില്ല. അവിടെ ഒരു കഥാപാത്രമായിട്ട് നിൽക്കുകയാണ് പതിവ്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അങ്ങനെ അറിയില്ല. അത് നല്ലതാണോ എന്ന് ചോദിച്ചാലും എനിക്കറിയില്ല. കാരണം ഒരു പക്ഷേ അത് മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതുന്നതും ആ നടനോ നടിയോ ആ ഡയലോഗ് എങ്ങനെ പറയുമെന്ന് നോക്കി എഴുതുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഞങ്ങൾ എഴുതുന്ന സമയത്ത് ആ എഴുത്ത് സമയത്ത് ഈ കഥാപാത്രത്തിന് ഒരു കൃത്യമായ ഒരു മുഖം പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ആ കഥാപാത്രത്തിന്റെ ഒരു മാനസികാവസ്ഥയൊക്കെയാണ് കൂടുതൽ പോകുന്നത്. ഒരു ജനറൽ ഫിസിക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ് ഇത് പോകുന്നത്. അല്ലെ ഇന്ന ഒരാളെ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതുമ്പോൾ പോലും ഞങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യം പറയുന്നു. മനസ്സിലായി. ഓക്കെ. ഇതിപ്പോൾ എനിക്ക് ഹൗളറി കണ്ട കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഡൗട്ട്, ചിലപ്പോൾ പലർക്കും തോന്നിയിട്ടുള്ള ഒരു ഡൗട്ട് ആയിരിക്കും അത്. അതായത് ആ സിനിമയിലെ പാട്ട് സീനിൽ ഒരു മാരത്തൺ റൺ കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പം അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളതേ അത് നിരുപമയാണോ ഓടുന്നതെന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. കാരണം നിരുപമയുടെ അറ്റയർ അല്ല, നിരുപമയുടെ ആറ്റിറ്റ്യൂഡ് അല്ല മഞ്ജു വാര്യർ ഇതിൽ ഓടുന്ന സമയത്ത്. അപ്പം അതെന്താ എഴുത്തുകാരൻ എന്താ ഈ മാരത്തണിലൂടെ എന്തായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്? അതുവരെ നിരുപമ ധരിച്ചിരുന്നത് സാരിയാണ്. മാരത്തൺ സാരി എടുത്ത് ഓടാൻ പറ്റില്ല. ഇല്ല. അപ്പോൾ അവിടെ മാരത്തണ് പറ്റുന്ന ഏറ്റവും നല്ല വേഷം എന്തായിരിക്കും? മുൻപായിരുന്നെങ്കിൽ നിരുപമ മാരത്തൺ ഓടില്ലായിരുന്നു. ഓടാതിരിക്കാനുള്ള ഒരു കാരണം ഒരുപക്ഷെ ഈ അറ്റയർ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഓടാതിരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്, ഞാൻ അങ്ങനെ ഓടണമെങ്കിൽ ഞാൻ ഈ അറ്റയർ ഇടണം എന്നുള്ളത് കൊണ്ട് ഓടാത്തൊരു നിരുപമയായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ഡ്രസ്സ് എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ ലക്ഷണം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഇന്ന വസ്ത്രത്തിലൂടെ പ്രത്യക്ഷപ്പെടാവുള്ളൂ, ഇന്ന വസ്ത്രം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന വസ്ത്രമേ ഇടാൻ പാടുള്ളൂ എന്നുള്ളതിനെ, അതും ഒരു ബ്രേക്കിംഗ് ഓഫ് റൂൾസ് ആയിരുന്നു നിരുപമയെ സംബന്ധിച്ച്. നമ്മൾ അതുവരെ കാണാത്ത നിരുപമ തന്നെയാണ് ആ മാരത്തൺ ഓടുന്നതും. അതിൽ വസ്ത്രത്തിൽ നിന്നുള്ള അവളുടെ ഒരു മുമ്പോട്ട് പോക്കായിരുന്നു അത് ശരിക്കും, ആ ഒരു അറ്റയർ. ഓക്കെ. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ രാജീവിൻ്റെ കഥാപാത്രം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇപ്പോഴത്തെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിലൊക്കെ നിൽക്കുന്നൊരു കഥാപാത്രമാണ് അയാൾ. പക്ഷേ അവസാനമൊക്കെ ആവുന്ന സമയത്ത് നിരുപമയ്ക്ക് അയാളെ പഴയ പോലെ തന്നെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇൻ റിയാലിറ്റി നിരുപമയെ ആക്ച്വലി രാജീവ് അർഹിച്ചിട്ടുണ്ടോ? അതായത് അവരുടെ മോശം സ്റ്റേജിൽ അയാൾ അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടില്ല, പ്രേരിപ്പിച്ചിട്ടില്ല, അയാൾക്ക് മോട്ടിവേഷൻ കൊടുത്തിട്ടില്ല. പക്ഷെ അവസാനമാകുമ്പോഴേക്കും അവൾ അച്ചീവ്മെൻറ്റ് നേടുന്ന സമയത്ത് അവളെ പതുക്കെ അവളുടെ അച്ചീവ്മെൻറ്റിലൂടെ അവളെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നു. അപ്പം ഇൻ റിയാലിറ്റി അതങ്ങനെ നിരുപമേനെ അയാൾ അർഹിച്ചിരുന്നു എന്ന് എഴുത്തുകാരന് തോന്നിയിട്ടുണ്ടായിരുന്നോ?
അപ് ടു ദ ഓഡിയൻസ് എന്ന് എനിക്ക് തോന്നുന്ന കാര്യമേ. അതിനെപ്പറ്റി അന്ന് പറഞ്ഞിരുന്നു, ഈ മോമെന്റ് ആണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത്. വീണ്ടും കുടുംബത്തിനെ പോകുന്നു. പക്ഷെ ആ കുടുംബത്തിലേക്ക് തിരിച്ചു പോകുന്ന നിരുപമ ഒരിക്കലും അയർലൻഡിൽ ഇവരുടെ കൂടെ വിദേശത്തല്ല പോകുന്നത്, ഇവിടെ തന്നെ നിൽക്കുക. അപ്പോൾ ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു കാര്യത്തെ അവൾ നിരാകരിക്കുന്നില്ല, അതേസമയം സ്വപ്നങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് അതാണ് ഏറ്റവും പെർഫെക്റ്റ് അച്ചീവ്മെന്റ്. കാരണം ഒരു സ്ത്രീക്ക് കുടുംബമുണ്ടായാൽ ഉടനെ ആ സ്ത്രീയുടെ എന്തൊക്കെയോ ഒരു വേലി ആ സ്ത്രീക്ക് ചുറ്റും കെട്ടപ്പെടുന്നു എന്ന് പറയുന്ന കാര്യമുണ്ട്. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ വിവാഹം കഴിക്കേണ്ട തീരുമാനിക്കുന്നത് പോലും അതിൻ്റെ ഒരു ഭാഗമാണ്. കുടുംബത്തിൽ നിന്നുകൊണ്ട് നമുക്കതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നിരുപമ കണ്ടെത്തിയത്. നിരുപമയുടെ സ്ഥാനത്ത് മറ്റൊരാളാണ് കണ്ടെത്തിയിരുന്നെങ്കിൽ, അതൊരു പ്രണയമായിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രണയം വിവാഹത്തിലേക്ക് കലാശിക്കില്ലായിരുന്നിരിക്കാം. ഇത് അവൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുടുംബമാണ് അവളുടേത്. ആ കുടുംബത്തോട്, എൻ്റെ അച്ചീവ്മെന്റിനോട് കൂടെ തന്നെ ആ കുടുംബവും, അവളതിനെ നിരാകരിക്കുന്നില്ല, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ ആദ്യത്തെ പടത്തില്ലേ, അതായത് എന്തൊരു ഹെവിനെസ് ഉള്ള പടമാണ് എൻ്റെ വീട് അപ്പൂൻ്റെയും. നമ്മൾ ആ സിനിമ കാണുന്നുള്ള ഹെവിനെസ് നിങ്ങൾ എഴുതി തീർക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഹെവിനെസ് അനുഭവപ്പെടാറുണ്ടോ? അതായത് ഇമോഷണൽ ആവാറുണ്ടോ നിങ്ങൾ എഴുതുന്ന സമയത്ത്? നമ്മൾ സിനിമ കാണുമ്പോൾ ഇമോഷണൽ ആവാറുള്ള പോലെ എഴുതുന്ന സമയത്ത് ഇമോഷണൽ അല്ല, ഞാൻ പറഞ്ഞില്ലേ, ആ സീനിനെ ഓർത്തല്ല, നമ്മൾ ആ കഥാപാത്രമാവുന്ന നേരത്തെ പറഞ്ഞില്ലേ, ആ സമയത്ത് ആ ക്യാരക്ടറിന്റെ ഇമോഷൻസ് ചിലപ്പോൾ നമ്മളെ ബാധിക്കാറുണ്ട്. എഴുതുന്ന മൂമെന്റിൽ മാത്രം, നമ്മൾ പേന താഴെ വെക്കുന്നിടം വരെ മാത്രം. എൻ്റെ വീട് അപ്പൂൻ്റെയിലേക്ക് വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സിബ്ലിംഗ് റൈവലറി ഒരു ചെറിയ അളവിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിലെ പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ തീവ്രമാക്കുമല്ലോ നമ്മുടെ അനുഭവത്തെ എന്ന് വെച്ച് അതിലെ ക്യാരക്ടർ അല്ല, അതിലൂടെ കുറച്ച് ഗോത്രൂ ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് അതിന് നമുക്ക് കുറെ കൂടെ ഒരു നേരിട്ടുള്ള ഒരു അനുഭവമുണ്ട്. അതായിരുന്നു എൻ്റെ ഇവിടെ പൊന്നെ. അപ്പോൾ എഴുതി തീർക്കുന്നു, എഴുത്ത് പല സമയങ്ങളിലും ഇമോഷണലാണ്, പക്ഷെ എഴുതി തീർത്തതിന് ശേഷം ഇത് ഭയങ്കര ഒബ്ജക്റ്റീവാണ്. ഈ സീൻ ഇത്ര ലെങ്ത് വേണം, ഈ ഡയലോഗ് ഇവിടെ ആവശ്യമുണ്ടോ, ഈ ക്യാരക്ടർ ഇവിടെ വരേണ്ട കാര്യമുണ്ടോ, ഈ സിനിമയ്ക്ക് ഇപ്പം ലെങ്ത് കൂടുതലല്ലേ എന്ന് പറയുന്ന വളരെ ഒബ്ജക്റ്റീവായിട്ട്, വളരെ ക്ലിനിക്കലായിട്ടേ നമുക്ക് സിനിമയെ കാണാൻ പറ്റുള്ളൂ. കാരണം വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, ഇത് 2 മണിക്കൂർ 2.5 മണിക്കൂറിൽ തീരേണ്ട ഒരു കലാരൂപമാണ്. അല്ലെങ്കിൽ ഇന്നിടത്ത് ഇവിടെ ഒരു, നമ്മളിപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ലാഗ്, ഇന്നിടത്ത് ലാഗ് ഉണ്ടോ, ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡയലോഗായിരിക്കും നമ്മൾ വെട്ടിക്കളയേണ്ടി വരും. ചിലപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടെന്ന് പറയുമ്പോൾ ആ ഡയലോഗിനൊരു തീവ്രത ഉണ്ടായിരിക്കും, അത് നമ്മൾ വെട്ടിക്കളയണം. ഒരു ഡയലോഗും ഒരു എഴുത്തുകാരനും പ്രിയപ്പെട്ടതായിരിക്കാൻ പാടില്ല, കാരണം എഡിറ്റിംഗ് ടേബിളിൽ ചിലപ്പോൾ അത് ഇല്ലാതായി പോകും. അതുകൊണ്ട് കിൽ യുവർ ഫേവറേറ്റ് എന്ന് പറഞ്ഞൊരു തത്വമുണ്ട് തിരക്കഥയിൽ. ആ മനസ്ഥിതി എപ്പോഴും വേണം. കാരണം ആ സംവിധായകന് അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ, എഡിറ്റിംഗ് ഫൈനൽ വരുമ്പോൾ ആ സിനിമയ്ക്ക് അത് ആവശ്യമില്ല എങ്കിൽ, അതെല്ലാം ഒഴിവാക്കേണ്ടി വരും. എഴുതുന്ന സമയത്ത് ആ എഴുത്ത് തരുന്ന ഒരു തീവ്രതയുണ്ട്, അത് കുറച്ചൊക്കെ അനുഭവിക്കാറുണ്ട്. ഓക്കെ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ എൻ്റെ വീട് അപ്പൂൻ്റെയും റിലീസായ ആ സമയത്തൊക്കെ ഈ മീര ജാസ്മിനും കാവ്യമാധവനൊക്കെ കത്തി നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ ജ്യോതിർമയിനെ നായികയാക്കുന്നത്. അതെന്തുകൊണ്ടാണ് ജ്യോതിർമയി എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ കാരണം? സാധാരണയായിട്ട് അങ്ങനെ ഒരു സിനിമ റിലീസാവുന്ന സമയത്ത് മുൻനിരയിൽ നായികമാരിൽ ആരൊക്കെ എന്നുള്ളതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും സെലക്ട് ചെയ്യുക. എനിക്കറിയാം ജ്യോതിർമയി നിങ്ങളുടെ സീരിയലിലെ ആദ്യത്തെ നായികയാണെന്നുൾപ്പെടെയുള്ള ഇത് ഞാൻ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ് ജ്യോതിർമയി നിങ്ങളുടെ ഓപ്ഷൻ ആവാൻ കാര്യം? നല്ല നടിയായതുകൊണ്ട് തന്നെ, സിമ്പിൾ ആസ് ദാറ്റ്. വളരെ ഇപ്പൊ ഈ ആദ്യത്തെ സീരിയലിൽ തന്നെ ഒരു ക്യാരക്ടറിനെ ഇന്റേണലൈസ് ചെയ്യാൻ ഒരു ആക്ടർക്ക് എത്രത്തോളം പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്ന ഒരു കാര്യം. അതിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ജ്യോതിർമയി. ആ സീരിയലിൽ അതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കറിയാമായിരുന്നു ഇതിൽ ഈ ക്യാരക്ടർ ജ്യോതിർമയിക്ക് കൊടുത്താൽ വ്യക്തമായി ആ ക്യാരക്ടർ ജ്യോതിർമയുടെ കയ്യിൽ സേഫ് ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് എടുത്തൊരു വളരെ സിമ്പിൾ തീരുമാനമാണ്. ഇത്രയും പേരുണ്ടല്ലോ എന്നുള്ളതിനേക്കാൾ ഒരു നല്ല ആക്ട്രസ് ഉണ്ടല്ലോ എന്നുള്ളത് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കലാശാല ബാബു ചെയ്ത ആ കഥാപാത്രമല്ലേ, അപ്പം നമുക്ക് ആ ഒരു ഇൻ്റർവെല്ല് വരെ അയാളോട് വളരെയധികം നമുക്ക് ദേഷ്യം തോന്നുന്ന ക്യാരക്ടറാണ്. പിന്നീട് പക്ഷേ ഇയാൾക്ക് അപ്പൂനോട് വലിയ താല്പര്യവുമില്ല അല്ലേ, പക്ഷേ ഇയാൾക്ക് പിന്നെ ഇയാളുടെ ക്യാരക്ടറിലൊരു ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഇയാൾക്ക് പിന്നെ ഈ ജയിലിലൊക്കെ പോയതിന് ശേഷമുള്ള അപ്പൂനെ കാണാൻ വരുന്ന കലാശാല ബാബു കുറച്ചും കൂടെ എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അയാൾക്ക് പിന്നെ അപ്പൂനോട് ഇത്രമാത്രം ഒരു മമത തോന്നാനും മാത്രം എന്താ അയാളിൽ സംഭവിച്ചിട്ടുള്ളത്? ആ സിനിമ കണ്ടാൽ അറിയാം, അയാൾ കാരണമാണ് ഈ കുട്ടി അങ്ങനെ സംഭവിച്ചത്. അയാളാണ് പറയുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യണം, ഇതാണ് കാര്യമാണെന്ന് പറഞ്ഞത്. അയാളത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എപ്പോഴെങ്കിലും ആ കുട്ടി
സ്വയം അത് റിഗ്രറ്റ് ചെയ്യുകയോ അമ്മയോട് പറയുകയൊക്കെ ചെയ്തേനെ. ഒരു ജുവനൈൽ ഹോമിൽ ചെന്ന് പെടാൻ കാരണം ഞാനാണ് എന്ന് പറയുന്ന ഒരു വൃദ്ധൻ്റെ തിരിച്ചറിവാണ് ശരിക്കും അത്. അത് തിരിച്ചറിഞ്ഞ് ഞാൻ ചെയ്തത്, ഞാൻ ഒരു കുട്ടിയാണല്ലോ ഞാൻ അങ്ങോട്ട് വിട്ടത്, അവനൊരു സെക്കൻഡ് ചാൻസ് അല്ലെങ്കിൽ തെറ്റ് തിരുത്താനുള്ളൊരു ചാൻസ് കൊടുക്കാതെ അവനോട് എപ്പോഴും ഞാൻ ദോഷമായിട്ട് പെരുമാറിയിട്ടുള്ളല്ലോ എന്ന് ഒരു വൃദ്ധനെ ഏതെങ്കിലും സമയത്ത് അല്ലെങ്കിൽ ചെയ്ത അമ്മാതിരി തെറ്റ് ഏതെങ്കിലും സമയത്ത് തിരിച്ചറിവുണ്ടാകുകയും അതിൽ പശ്ചാത്താപിക്കുകയും ചെയ്യുന്നതിനെയാണ് ഞാൻ മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ അയാൾക്ക് ഒരു പശ്ചാത്താപവും ഇല്ലെങ്കിൽ, പ്രത്യേകിച്ച് 8 വയസ്സുള്ള 9 വയസ്സുള്ള ഒരു കുട്ടിയുടെ കാര്യത്തിൽ അത് കുഴപ്പമില്ല, അയാൾ ജയിലിൽ കിടക്കേണ്ടതാണ്. ഇത്രയും മുമ്പുണ്ടായിരുന്ന അയാളുടെ കാർക്കശ്യമാണ്. ഇപ്പം അതെല്ലാം വിട്ട് അതിൻ്റെ ഏറ്റവും വലിയ ലിമിറ്റിൽ എത്തി നിൽക്കുകയാണ് ആ കുട്ടി. അവിടെയും അയാൾ ആ കാർക്കശ്യക്കാരനാണ് എങ്കിൽ എന്നെ സംബന്ധിച്ച് അയാൾ മനുഷ്യനല്ല. അപ്പം അയാളെ ഞാൻ മനുഷ്യനാക്കിയതാണ് ശരിക്കും, തിരിച്ചയാളെ മനുഷ്യനാക്കിയതാണ്. ഇതിപ്പോൾ ഇതിൽ കാളിദാസ് ചെയ്ത കഥാപാത്രം അപ്പോൾ പോയിന്റ് ഓഫ് ടൈമില്ലേ അത് ചെയ്യുന്ന സമയത്ത് അവയൊക്കെ 10-12 വയസ്സുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ വയസ്സിൽ ആ കുട്ടിയെ അനിയനെ കൊല ചെയ്യപ്പെടേണ്ട കാര്യം പറയുന്നത് നിങ്ങളുടെ മുന്നിൽ കണ്ട ഏറ്റവും വലിയ പ്രഷർ അതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കുട്ടിയോട് ആ സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് ആ കുട്ടിയെ കൊണ്ട് കൺവിൻസ് ചെയ്തത് ചെയ്യിപ്പിക്കുക, അതെങ്ങനെയായിരുന്നു എന്നാ ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നുന്നത്. അതായത് നിങ്ങളുടെ ഒരു ഹെക്ടിക് ടാസ്കിൻ്റെ ഭാഗമായിരിക്കണമല്ല കുട്ടിയോട് ഈ കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുക, ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അതെങ്ങനെയാണ് നടന്നത്? ആ പ്രായത്തിൽ അത് ശരിക്കും കാളിദാസിനെ സംബന്ധിച്ച് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ആ സീനായിരുന്നില്ല. കാളിദാസിനൊരു ട്രോമ ഉണ്ടാക്കിയ സീൻ സ്കൂളിൽ വന്ന് പോലീസ് കൊണ്ടുപോകുന്നൊരു സീനുണ്ട്. സ്കൂൾ അതായിരുന്നു കാളിദാസൻ എന്ന് പറയുന്ന 10 വയസ്സുകാരൻ ഏറ്റവും ട്രോമ ഉണ്ടാക്കിയത്. അന്ന് ഞാൻ കണ്ണൻ എന്നാണ് വിളിക്കുന്നത്. കണ്ണൻ കരയൊക്കെ ചെയ്തു ഭയങ്കരമായിട്ട്. അത് കാരണം ആ ഹോൾ സിറ്റുവേഷൻ ഇതെന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ആരാണ് സംവിധാനം, സിബി സാറാണ് ഇത് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ആകാശദൂത് പോലുള്ള സിനിമകളിൽ കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണല്ലോ. അപ്പോൾ പിന്നെ ഈ പറയുന്ന പോലെ ജയറാമേട്ടൻ ഫുൾ ടൈം കൂടെയുണ്ട്, പാർവതി ചേച്ചി ഫുൾ ടൈം കൂടെയുണ്ട്. അപ്പോൾ ഒരു വളരെ സേഫ് ആയിട്ടുള്ളൊരു അന്തരീക്ഷം ഓൾറെഡി ഉണ്ട്. പ്ലസ് ഈ കഥ മുഴുവൻ പറഞ്ഞ് തീരുമാനിച്ച് ഓരോ സീനും ചെയ്തതിന് ശേഷമാണ് കാളിദാസനെ അഭിനയിക്കാൻ വരുന്നത്. അവിടെ നമ്മൾ സീൻ എടുക്കുമ്പോൾ ഷോട്ട് ബൈ ഷോട്ടാണല്ലോ എടുക്കുന്നത്, സിംഗിൾ ഇതിലല്ലാത്ത അങ്ങനത്തെ സീനുകൾ കുറവാണ് എൻ്റെ വീടപ്പൂൻ്റെയിൽ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങൾ ആ ഷോട്ടിന് വേണ്ടി ആ ഷോട്ടിൻ്റെ ലെങ്ത്തിൽ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതൊരു ഭയങ്കരമായൊരു മെൻ്റൽ ട്രോമ ഒന്നും ആയില്ല കാളിദാസിന്. ഒരു കഥയുടെ ഭാഗമാണ്, ഇവിടെ കരയേണ്ടതാണ്, ദുഃഖമാണ്, പേടിയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്രോച്ച് ചെയ്തത്. അല്ല, കാരണം ഇതൊരു സിബ്ലിംഗ് റൈവൽറിയുടെ ഏറ്റവും ഗഹനമായ അവസ്ഥ, മാനസികാവസ്ഥ ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പ്രായമല്ലല്ലോ. ആ പ്രായത്തിൽ ഒരു കുട്ടി എങ്ങനെ ചിന്തിക്കുന്നോ ആ ചിന്തയാണ് കാളിദാസനിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ. അപ്പുവിന് വേണ്ടി ഓഡിഷൻസ് നടത്തിയിരുന്നോ നിങ്ങൾ? ഇല്ല. അപ്പുവിന് വേണ്ടി ഓരോ ഓഡിഷൻസ് നടത്തില്ല. എൻ്റെ വീടപ്പൂൻ്റെയും ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ആദ്യത്തെ സിനിമാ തിരക്കഥയാണല്ലോ. ഞങ്ങളുടെ ഫാദറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്, പ്രേംപ്രകാശ്, അദ്ദേഹമാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഞങ്ങൾ ആദ്യം തിരക്കഥ എഴുതാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കഥയായി സിബി സാറിനെ കണ്ടു, വായിച്ച് കേൾപ്പിച്ചു, അദ്ദേഹത്തിന് ഇഷ്ടമായി. ഞങ്ങളുടെ മനസ്സിൽ ജയറാമേട്ടനാണ്. പക്ഷെ ജയറാമേട്ടൻ ഒരു രീതിയിലും അടുക്കുന്നില്ല, കഥ കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല. അതിൻ്റെ കാരണം ഞങ്ങൾക്ക് പിന്നീടാണ് വ്യക്തമായത്. ജയറാമേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സഞ്ജു, ഞാനത് എടുക്കാതിരുന്ന മറ്റൊന്നുമല്ല, ഒരു പ്രൊഡ്യൂസർ മക്കളെ ഒന്ന് ലോഞ്ച് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ എഴുതി കൂട്ടിയതാണോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജയറാമേട്ടൻ പറഞ്ഞിരുന്നു ഒരിക്കലും ഇത് വേണോ വേണ്ടോ. അങ്ങനെ ഒരു പ്രാവശ്യം ജയറാമേട്ടനെ ഞാൻ കുടുക്കുകയായിരുന്നു. ഒരു കാർ യാത്രയിൽ കൂടെ കയറി ഞങ്ങൾ കഥ പറയുമായിരുന്നു. ഞങ്ങൾ കഥ പറഞ്ഞു. ഞാൻ ഓർക്കുന്നുണ്ട്, കോട്ടയത്തുനിന്ന് ആലപ്പുഴയിലോട്ടുള്ള കാർ യാത്രയായിരുന്നു. ചങ്ങനാശ്ശേരി ആയപ്പോൾ കഥ പറഞ്ഞു തീർന്നു. കാറ് സൈഡിൽ നിർത്തിയിട്ട് ജയറാമേട്ടൻ പറഞ്ഞു, ഞാൻ ഈ സിനിമ ചെയ്യുകയാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, ആരാണ് അപ്പു, കുട്ടി ആരാണെന്ന് ചോദിച്ചു. പറഞ്ഞു, കൊച്ചു സന്തോഷങ്ങളപ്പോൾ വന്നിട്ടിരിക്കുകയാണ്, ഞങ്ങൾക്കൊന്ന് കണ്ണനെ തന്നെ അഭിനയിപ്പിച്ചാൽ കൊള്ളാമെന്നുള്ളത് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ ഫാമിലിയായിട്ട് ഇന്ന സ്ഥലത്തുണ്ട്, അന്ന് അവരും കൂടെ കഥ കേൾക്കട്ടെ. അങ്ങനെ ഞങ്ങൾ കഥ കേൾക്കാറ്. ശരിക്കും സിബി സാറിൻ്റെയും ജയറാമേട്ടൻ്റെയും യെസ്സിലാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കരിയർ തുടങ്ങുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഞങ്ങളുടെ ഫാദർ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായത്.
ഓക്കെ. അതുപോലെ എനിക്ക് എപ്പോഴും സംശയം തോന്നിയിട്ടുള്ളൊരു കാര്യം കൂടെ ഇപ്പോൾ ചോദിക്കാമല്ലോ. അതായത് ഇപ്പോൾ മുംബൈ പോലീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മുംബൈ പോലീസിൽ ഒരു ആക്സിഡൻറ്റിൽ അയാളുടെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ട് പിന്നെ അയാൾ കേസ് അന്വേഷിക്കുകയാണെങ്കിൽ ഈ ഓർമ്മ നഷ്ടപ്പെടുന്ന വ്യക്തിക്ക് അയാളുടെ സെക്ഷുവാലിറ്റി എങ്ങനെയാണ് അപ്പോൾ മറക്കാൻ സാധിക്കുക? സെക്ഷുവാലിറ്റി അത് ഇൻബിൽട്ട് അല്ലേ, നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് ആ ഓറിയൻറ്റേഷൻ ഫിക്സ് അല്ലേ ഒരാളുടെ ബ്രെയിനിൽ. എനിക്കറിയാം മെഡിക്കൽ ഫീൽഡിലുള്ള എക്സ്പേർട്ട് ഒരാൾ ഫാമിലിയുള്ളപ്പോൾ അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കും. അതെന്താ ഈ മുംബൈ പോലീസിൽ ഈ ആക്സിഡന്റ് നടക്കില്ലേ, ഈ ആക്സിഡന്റ് നടന്നിട്ട് പിന്നെയുള്ള കുറച്ച് ദിവസങ്ങളാണ് സിനിമ അല്ലേ, പിന്നെയുള്ള കുറച്ച് ദിവസങ്ങളാണ് സിനിമ. ഒരു ആക്സിഡന്റ് നടന്നാൽ, ആ ലെവലിലുള്ള ഒരു ആക്സിഡന്റ് നടന്നാൽ സെക്ഷുവാലിറ്റി മറന്നു പോകലിനേക്കാൾ കൂടുതൽ സെക്സ് ഡ്രൈവ് ഒരാൾക്ക് ഇല്ലാതായി പോകും. ഓക്കെ. ആ സെക്സ് ഡ്രൈവ് ഇല്ലാത്ത ഒരാൾക്ക് താൻ ഏത് ഇതിൽ പെട്ടതാണെന്ന് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. അയാളുടെ സെക്സ് ഡ്രൈവാണ് ഇല്ലാതായത്. ഓക്കെ. ആ ആക്സിഡന്റും അതിന്റെ ആഘാതത്തിലും ആ സെക്സ് ഡ്രൈവ് എന്നേക്കുമായിട്ട് ഇല്ലാതായിട്ടില്ല. അതിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അയാൾക്ക് അത് തിരിച്ചു കിട്ടും. ഓക്കെ. ആ സമയത്ത് അയാളുടെ ഓർമ്മ പോകല്, അയാളുടെ ശാരീരികമായിട്ടുള്ള വ്യതിയാനങ്ങൾ, ഇതെല്ലാം കൊണ്ട് ആ സമയത്ത് ദാറ്റ് ഇസ് ദ ലാസ്റ്റ് തിങ് ഇൻ ഹിസ് മൈൻഡ്. അത് അയാളെ തിരിച്ച് ഓർമ്മപ്പെടുത്താൻ വരുന്നതാണ് അയാളുടെ പാർട്ട്ണർ. ഓക്കെ. ഒരു ഡൗട്ട് ചോദിച്ചിട്ട്, അപ്പോൾ അയാളുടെ സെക്സ് പാർട്ട്ണർ വന്നിട്ട് ഇയാളെ ടച്ച് ചെയ്യുമ്പോൾ ഇയാൾ വളരെ അവജ്ഞയോടെയാണ് അയാളുടെ കൈ തട്ടിക്കളയുന്നത്. അപ്പോൾ അതിനർത്ഥം അയാൾക്ക് ആ താല്പര്യമില്ല എന്നുള്ളതല്ലേ? അപ്പോൾ അതൊരു ആളുകളുടെ ഉള്ളിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം സൊസൈറ്റി കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതിനെ പറ്റി അതിലെ ക്യാരക്ടർ വളരെ ബോധവാനാണ്. അയാളുടെ സ്കിൽസ് അയാൾ മറന്നു പോയിട്ടില്ല. അയാളുടെ സോഷ്യൽ ചില കാര്യങ്ങൾ അയാൾ മറന്നു പോയിട്ടില്ല. സൊസൈറ്റിയോടുള്ള രീതികൾ എങ്ങനെയാണ്, ബന്ധം എങ്ങനെയാണെന്നുള്ള അയാൾ മറന്നു പോയിട്ടില്ല. അപ്പം അതിൽ പെടുന്നതാണ് സമൂഹം ഹോമോസെക്ഷൽസിനോട് കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. ആ ആറ്റിറ്റ്യൂഡ് ഉള്ളിടത്തോളം കാലം അയാളിലും അത് പതുക്കെ ചെറുതായിട്ടുണ്ട്. ഒരു പക്ഷേ അപ്പോഴായിരിക്കും അയാൾക്ക് അത് തിരിച്ചറിഞ്ഞത്, ആ മൊമെന്റിലായിരിക്കും അയാൾ തിരിച്ചറിഞ്ഞത്. ഈ പറയുന്ന പോലെ ആ സമയം വരെ അയാൾക്ക് സെക്സ് ഡ്രൈവ് ഇല്ല. അവിടെ ഒരു അപരിചിതയായ പെണ്ണ് വന്ന് തൊട്ടിരുന്നെങ്കിലും അയാൾ അത് തന്നെ ചെയ്തേനെ. അതാ പറഞ്ഞ, ഒരു പരിചയവും ഇല്ലാത്ത ഒരു പെണ്ണ് വന്ന് തൊട്ടിരുന്നെങ്കിലും അയാൾ അത് തന്നെ ചെയ്തേനെ. പിന്നെ മുംബൈ പോലീസിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അതിനകത്ത് ഞങ്ങൾ ഈ ഗേ ഇതിനെ വളരെ ഇതായിട്ട്, മുംബൈ പോലീസ് ചെയ്യുന്ന സമയത്ത് ബീയിങ് ഗേ ഇസ് എ ക്രിമിനൽ ഒഫൻസ് ആ സമയത്തല്ലേ. അപ്പോൾ ഒരു പോലീസ് ഓഫീസർ ഞാനൊരു ക്രിമിനലാണ് എന്നുള്ളത് മറച്ചുവെക്കലും കൂടെ അവിടെ നടക്കുന്നുണ്ട്. ഇത് പുറത്തറിഞ്ഞാൽ ഞാൻ ക്രിമിനലും കൂടിയാണ്. നമ്മുടെ സമൂഹം ആ കാലത്ത് ഇതിനെ കണ്ടുകൊണ്ടിരുന്ന രീതി വേറെ. ഈ പറയുന്ന ഞാൻ ചെയ്തൊരു കുറ്റമായിട്ടേ കാണുള്ളൂ, ഇറ്റ്സ് എ ക്രൈം എന്ന് പറയുന്നത്. അന്ന് വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. മുംബൈ പോലീസൊക്കെ റിലീസ് ചെയ്തതിന് ശേഷമാണ് അത് ലിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇത് ഈ ത്രെഡ് എവിടെ നിന്നാണ്, അപ്പോൾ ത്രെഡ് എവിടെ നിന്നാണ് വന്നത്? അതായത് ആദ്യം ഇപ്പോൾ ഞാൻ ഹൗ ഓൾഡ് ആർ യു എന്ന് പറയുന്നൊരു ത്രെഡ് വന്നത് റോഷൻ ആൻഡ്രൂസ് നമുക്ക് പ്രായത്തെ പറ്റിയിട്ടുള്ളൊരു സിനിമ ചെയ്താലോ ബോബി സഞ്ജയ് എന്ന് പറഞ്ഞൊരു കോളിലാണ് ആ സിനിമ സംഭവിക്കുന്നതെന്ന് റോഷൻ ആൻഡ്രൂസ് ഒരിക്കൽ പറയലുണ്ടായി. ഈ സിനിമയുടെ ത്രെഡ് എങ്ങനെയാണ് വന്നത്? ഈ ചില സമയത്തെ ദഫി നമുക്ക് ഈ ത്രെഡ് വരിക എന്ന് പറയുന്നത് എവിടെ നിന്നൊന്നും പറയാൻ പറ്റില്ല ശരിക്കും. അതായത് ഒരാളുടെ ഓർമ്മ പോയി, ആ ആള് ഒരു പോലീസ് ഓഫീസറാണ്, ഒരു കൊലപാതകം കണ്ടെത്താൻ വേണ്ടി നടക്കുന്നു, അത് അയാൾ തന്നെയാണ് എന്ന് പറയുന്ന ഒരു ത്രെഡ് എങ്ങനെയോ വന്നതാണത്. എവിടെ നിന്നാണ് നമുക്ക് ചില സമയത്ത് പെട്ടെന്ന് കിട്ടില്ല അത് എങ്ങനെ വന്നു എന്നുള്ളത്. അങ്ങനെ വന്നാണ് ഇയാൾ തന്നെ കൊലപാതകം, ഇയാൾ. പിന്നെ നമുക്ക് എപ്പോഴും അങ്ങനെ, ഇപ്പം നോട്ട്ബുക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ടീനേജ് പെൺകുട്ടി പ്രഗ്നൻ്റ് ആവും, 2 പെൺകുട്ടികൾ കൂടി ആ കുട്ടിയെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അബോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, ആ കുട്ടി മരിച്ചു പോകും. ഈ പോയിന്റിൽ നിന്നാണ് ഇതിൻ്റെ മുമ്പും പിമ്പും ഉണ്ടാകുന്നത്. ഞങ്ങൾക്ക് എപ്പോഴും കഥ വരുന്നത് അങ്ങനെയാണ്. ഒരു പോയിന്റാണ് കിട്ടുന്നത്, ആ പോയിന്റിന്റെ മുൻപും പിൻപും പിടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അല്ല, അങ്ങനെയാണ് എല്ലാ കഥകളും അങ്ങനെയാണ്. അതിനൊരു ഭയങ്കര റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല ശരിക്കും. ഇപ്പൊ ട്രാഫിക് ഓഫ് കോഴ്സ് നമ്മളിപ്പം പത്രത്തിൽ കണ്ടാന്ന് വേണേൽ പറയാം. പക്ഷെ ചില കഥകൾ എങ്ങനെയോ വന്ന് കയറുകയാണ് നമ്മുടെ മനസ്സിൽ. അത് നമ്മളറിയാതെ നമ്മൾ കേട്ടിട്ടുള്ളോ, നമ്മൾ വായിച്ചിട്ടുള്ളോ, നമ്മൾ കണ്ടിട്ടുള്ളോ കാഴ്ചകളോ, നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളോ, നമ്മൾ അനുഭവിച്ചതോ ഒക്കെ ആവാം. പക്ഷെ അതിന് നമുക്ക് കൃത്യമായിട്ട് തിട്ടപ്പെടുത്താൻ പറ്റില്ല. അതെ. ഈ പ്രായത്തിന്റെ പോയിന്റ് മാത്രമേ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അത് ജൈവ കൃഷിയായിട്ടൊക്കെ നിങ്ങൾ കണക്ട് ചെയ്തത് അതിന് ശേഷമൊക്കെയാണ് അല്ലേ? അപ്പൊ ഈ ജൈവ കൃഷി, ഈ പ്രായം, ഇതെങ്ങനെയാ അപ്പൊ നിങ്ങൾ കണക്ഷൻ വന്നത്? ഇത് ഒരു പിടിയില്ലായിരുന്നു. ഇത് തുടങ്ങുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഹോൾഡാറിയൊക്കെ തുടങ്ങുന്ന സമയത്ത്
യാതൊരു പിടിയില്ലായിരുന്നു. ഇത് എങ്ങനെയായി തീരും, എന്തായി തീരും എന്നുള്ള ഒന്നും അറിയില്ലായിരുന്നു. റോഷൻ പറഞ്ഞൊരു കഥ, പ്രായം ഒരു സ്ത്രീക്കുണ്ടാകുന്ന പ്രായം, ഇങ്ങനെ ഒരു കഥ. ഇത് മുമ്പോട്ട് പോയി. ശരിക്കും ഇനിയൊരു രഹസ്യം പറയാമല്ലോ ഗദ്ദാഫിയോട്, ഷൂട്ടിങ് തുടങ്ങുമ്പോൾ പോലും ജൈവ കൃഷി എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നില്ലേ? ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാ വന്നത്? ഫസ്റ്റ് ഹാഫ് വെച്ചിട്ടാണ് സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ഇത് എങ്ങനെ, ഇതിനൊരു സെക്കൻഡ് ഹാഫ് ഉണ്ടാകും, ഇതിനൊരു സെക്കൻഡ് ഹാഫ് ഓർഗാനിക് ആയിട്ട് ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. ഇതിനൊരു സെക്കൻഡ് ഹാഫ് ഓർഗാനിക് ആയിട്ട് ഉണ്ടാകുമെന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങളിന്ന് ആലോചിക്കുന്നുണ്ട് എൻ്റെ പോക്ക് കാര്യങ്ങൾ. നിരുപമ രാജീവ് ഉയരണമെന്ന് ഞങ്ങൾക്കറിയാം, നിരുപമ രാജീവ് തിരിച്ചു വരണമെന്ന് ഞങ്ങൾക്കറിയാം. എങ്ങനെ എന്നുള്ളത് ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഷൂട്ടിംഗ് തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യണം, പല രീതി ഞങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആലോചിച്ച് പോകുമ്പോഴാണ് റോഷൻ്റെയും എൻ്റെയും ഒരു സുഹൃത്ത് സെറ്റിൽ വരുന്നത്. അവരുടെ വായിൽ നിന്ന് വീഴുന്ന ഒരു വളരെ ആക്സിഡൻ്റ് അല്ല, ഇപ്പോൾ ഈ ഓർഗാനിക് ഫാമിങ് വളരെ ഭയങ്കര ഇതായിക്കൊണ്ടിരിക്കുന്നു, വളരെ സൊസൈറ്റിക്ക് ആവശ്യമുള്ള കാര്യമാണ് എന്ന് പറയുന്ന അവരുടെ വായിൽ നിന്ന് വീഴുന്ന ഒരു ആക്സിഡൻ്റൽ വാചകത്തിലാണ് എൻ്റെ സെക്കൻഡ് ഹാഫ് മുഴുവൻ ഉണ്ടാകുന്നത്. ആ ഫുൾ സിനിമ ഉണ്ടാകുന്നത്, എൻ്റെ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് ഉണ്ടാകുന്നത് അങ്ങനെ. അതുവരെ ഞങ്ങൾക്കൊരു ഏകദേശ ധാരണകളേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ കോയിൻസിഡൻസ്, ആ സിനിമ കാണുമ്പോൾ ടെറസിൽ ചെറുതായിട്ട് കൃഷി ചെയ്യുന്ന ഒരു നിരുപമയെ നമ്മൾ കാണുമല്ലേ. ഇത് ഫസ്റ്റ് ഹാഫ് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ അങ്ങനെ വെച്ചിരുന്നു. അതായത് സെക്കൻഡ് ഹാഫ് ഇതാണെന്ന് അറിയാതെ ആ വീട്ടിൽ ടെറസിൽ കൃഷിയൊക്കെ ഉണ്ട് എന്ന് തന്നെയായിരുന്നു സ്ക്രിപ്റ്റിൽ. സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ഈ വാചകത്തിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. ഇപ്പൊ ആലോചിക്കുമ്പോൾ കയ്യും കാലും പറയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മഞ്ജു വാര്യരെ പോലുള്ള ഒരു നടി മഞ്ജുവിനോട് ടോട്ടൽ കഥയാണ് പറഞ്ഞു കേട്ടോ. ഇങ്ങനെ വന്നു, ഇത് ചെയ്തു, ഓർഗാനിക് കൃഷി നല്ല തിരിച്ചു വരുന്നു എന്ന് പറയുന്ന ഒരു ഇത് കിട്ടിയിരുന്നു. ഞങ്ങളോട് കാണിച്ചൊരു ട്രസ്റ്റാണ് മഞ്ജു. അപ്പൊ സെക്കൻഡ് ഹാഫിലാണ് ഈ സേതുലക്ഷ്മി അമ്മയുടെ ഒക്കെ ക്യാരക്ടർ നിങ്ങളിപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഇതില്? അല്ലല്ലോ, ഫസ്റ്റ് ഹാഫിൽ തന്നെയുണ്ട്. കാരണം സേതുലക്ഷ്മി അമ്മയുടെ ക്യാരക്ടർ പോലും ഹൗ ഓൾഡ് ആർ യു എന്ന് പറയുന്ന ആ വാക്കുമായിട്ട് യോജിക്കുന്നതാണ്. കാരണം അവരുടെ ഒരു പ്രായത്തിൽ അവർക്ക് ഇനി ആരുമില്ല എന്ന് പറയുന്നത്, അപ്പം പ്രായം ഞങ്ങൾ അവരിലൂടെയും കാണിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. അങ്ങനെ വന്നാണ്. പിന്നെയാണ് ചില സീനുകൾ തിരിച്ചു വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിരുപമ രാജീവിൻ്റെ അമ്മ വനിത ചേച്ചി ചെയ്ത ക്യാരക്ടർ മരം നടുന്ന സീനുണ്ട്, അത് പിന്നീട് കൂട്ടിച്ചേർത്താണ്. ഇതാണ് സെക്കൻഡ് ഹാഫ് എന്ന് അറിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫിലേക്ക് ഒരു തിരിച്ചുപോക്ക് നടത്തുമല്ലോ, പിന്നെ നമ്മൾ അതിനനുസരിച്ചൊരു തിരിച്ചുപോക്ക് നടത്തണമല്ലോ, അങ്ങനെ വന്നാണ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ചില ആക്ടേഴ്സ് ഇപ്പോൾ പറയുന്ന കേൾക്കാമല്ലോ, അതായത് ചില ആളുകൾ നമ്മളുടെ സ്ക്രിപ്റ്റിൽ ഇടപെടും എന്നുള്ളത്. അവർ യൂസ് ചെയ്യുന്ന ടേം അതൊരു ക്രിയേറ്റീവ് കൊളാബറേഷൻ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായിട്ട് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഈ ബോബി സഞ്ജയ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഈ ഇത്തരം ഇടപെടലുകൾ അല്ലെങ്കിൽ സജഷൻസ് എങ്ങനെയാണ് വെൽക്കം ചെയ്യാറ്? വളരെ വെൽക്കം ചെയ്യുന്ന ആൾക്കാരാണ് ഗദ്ദാഫി. എന്തുകൊണ്ടോ അങ്ങനെ അല്ല എന്നൊരു ഇത് പുറത്തുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ആക്ടേഴ്സ് ആരും ഇൻ്റർഫിയർ ചെയ്യുന്നവരല്ല. ഇതിനെ ഇൻ്റർഫിയറൻസ് ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. ഇൻ്റർഫിയർ ചെയ്ത് അത് അങ്ങോട്ട് മാറ്റി, ഇത് ഇങ്ങോട്ട് മാറ്റി, അങ്ങനെ പറയുന്ന ഒരു നടനോ നടിയോ ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു തിരക്കഥ വായിച്ചു കേൾക്കുമ്പോൾ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ പറയും. അവർ നമ്മളെ നിർബന്ധിക്കാറില്ല ഇത് ചെയ്യണം, ഈ പറയുന്ന പോലെ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. ചില കാര്യങ്ങൾ ഗംഭീരമായിട്ട് നമുക്ക് തോന്നും. അവർ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്താലോ എന്ന് ചോദിക്കുന്നത്. കാരണം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് ആർട്ടാണ്. ഈ പറയുന്ന പോലെ നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് വായിക്കാൻ കൊടുത്തിട്ട് അവർ പറയുന്ന ചില സംശയങ്ങളും കാര്യങ്ങളും നമ്മൾ തിരിച്ചുപോയി നോക്കാറുണ്ട് തിരക്കഥയിൽ. അത് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ആക്ടേഴ്സൊക്കെ അവർ ചില കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും. അതിൽ ചിലത് നമ്മൾ എടുക്കില്ല, ചിലത് നമുക്ക് എടുക്കാൻ പറ്റില്ല, ചിലത് നമുക്ക് എടുക്കാനും പറ്റും. അപ്പോൾ ഇവിടെയുള്ള ആക്ടേഴ്സ് ആരും എന്താ പറയുക, ഞങ്ങൾ മികച്ചതായിരിക്കണം, ഞങ്ങൾ ടോപ്പായിട്ട് നിൽക്കണം, അങ്ങനെ കാണുന്നവരല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ സിനിമയെ ടോട്ടാലിറ്റിയിലാണ് കാണുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ സല്യൂട്ട് എന്ന് പറയുന്ന സിനിമ, ആ സിനിമ ചെയ്യാൻ വേണ്ടി ദുൽഖർ സൽമാനോട് ഞങ്ങൾ കഥ പറയാൻ പോകുമ്പോൾ ആ സിനിമയെ ദുൽഖർ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയുന്നത് ഇതാണ്: സാധാരണ ഒരു ദുൽഖർ സൽമാൻ പോലീസ് ഓഫീസറാണ് എങ്കിൽ ആ പോലീസ് ഓഫീസർ അവസാനം കുറ്റവാളിയെ കണ്ടെത്തുമെന്ന് നമുക്കറിയാം. ഇതല്ല എന്ന് ദുൽഖറിനോട് പറയുമ്പോൾ ദുൽഖർ പറയുന്ന അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നാണ്. ശരിക്കും ഒരു ഹീറോയിക് ആണെങ്കിൽ അദ്ദേഹത്തിന് ചിന്തിക്കാമല്ലോ, ഞാൻ തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവരെല്ലാവരും നോക്കുന്നത് സിനിമയെ ഒരു ടോട്ടാലിറ്റിയിലാണ്, സിനിമയുടെ ഡിഫറൻസിനെയാണ് നോക്കുന്നത്.
ഞങ്ങളുടെ അനുഭവത്തിൽ. ഓക്കെ. എല്ലാ സംവിധായകനും എല്ലാ എഴുത്തുകാർക്കും ഒരു ഡ്രീം സിനിമ ഉണ്ടാവുമല്ലോ, ഇന്നയാളെ വെച്ചിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഒരു ക്യാൻവാസിൽ ഒരു സിനിമ ചെയ്യണം എന്ന്. അങ്ങനെ ബോബി സഞ്ജയുടെ സ്വപ്നത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രീം സിനിമകളുണ്ടോ? ഇല്ല, ഡ്രീം ഫിലിം ഇല്ല. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന സിനിമ എന്തോ, അല്ലെങ്കിൽ ദ ഗിവൺ പോയിന്റ് ഞങ്ങൾ സിനിമ ചെയ്യുന്നത് എന്തോ, അതാണ് ഞങ്ങളുടെ ഡ്രീം പ്രോജക്റ്റ്. അല്ലാതെ ഒരു ഇന്ന സിനിമ ഈ രീതിയിൽ ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുകയും അത് ചെയ്തെടുക്കുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അല്ലാതെ ഒരു ഡ്രീം ഇന്ന സിനിമ ചെയ്യണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അപ്പം ചെയ്യുന്ന സിനിമ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും, അതായിരിക്കും ഞങ്ങളുടെ ഡ്രീം. ഒരു കൗതുകമുള്ള ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് സിനിമ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന, അതായത് അച്ഛനാണെന്നുണ്ടെങ്കിൽ ആക്ടറാണ്, അതേസമയം പ്രൊഡ്യൂസറാണ് അല്ലേ, അങ്ങനെ ഒരു പാരമ്പര്യം ഉള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഈ ആക്ടിങ്ങും അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖല പ്രൊഡ്യൂസിങ് ഒന്നും തിരഞ്ഞെടുക്കാതെ എഴുത്തിലേക്ക് വരാനുള്ള ചെയ്ത വികാരം എന്താ? ഈ നമ്മൾ സിനിമയിലായതുകൊണ്ട് എന്തുകൊണ്ടാണ് സിനിമാറ്റോഗ്രാഫി തിരഞ്ഞെടുത്തില്ല എന്ന് ചോദിക്കാഞ്ഞത് അല്ലേ? അപ്പോൾ സിനിമ എന്ന് പറയുന്ന ഉടനെ നമ്മൾ ആക്ടിങ് ആണ് ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ പരിപാടി നമുക്ക് അറിയില്ല, നമുക്ക് ആ ജോലി അറിയില്ല, ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ല. രണ്ട്, ഒരു ഘട്ടത്തിലും എന്നോട് താല്പര്യം തോന്നിയിട്ടില്ല. എന്താണെന്നറിയില്ല, അഭിനയിക്കണം എന്നൊരു താല്പര്യം തോന്നിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ബാലതാരങ്ങളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആ പ്രോസസ്സൊന്നും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുമില്ല. എഴുത്തിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഞങ്ങൾ ഓർമ്മ വെച്ച കാലം മുതൽ സിനിമയാണ്, എല്ലാ ദിവസവും സിനിമയാണ്. വർഷത്തിലൊരു സിനിമ എൻ്റെ ഫാദർ പ്രൊഡ്യൂസ് ചെയ്യും. ഇറ്റ്സ് ഓൾ അബൌട്ട് സിനിമ. ഇതേ സമയത്ത് അമ്മ, അധ്യാപികയായ അമ്മ, പുസ്തകങ്ങളും, ഞങ്ങൾ വായനക്കാരാവണമെന്ന് നിർബന്ധമുള്ള ആളായിരുന്നു. അപ്പം ഈ ഒരു കോമ്പിനേഷൻ ഞങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു സമയത്ത് സിനിമയും, ഒരു സ്ഥലത്ത് സിനിമയും, ഒരു സ്ഥലത്ത് വായനയും. അപ്പോൾ വളരെ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ ഈ സിനിമ തിരക്കഥകൾ വീട്ടിൽ കൊണ്ടുവരികയാണ്. ചെയ്യാൻ പോകുന്ന സിനിമകളുടെ തിരക്കഥയും പല പുതിയ ആൾക്കാരും തിരക്കഥ എഴുതി സബ്മിറ്റ് ചെയ്യാറുണ്ടാണ് ഫാദറിന്. ഇതെല്ലാം വായിക്കുമായിരുന്നു. അതുകൊണ്ടായിരിക്കണം എഴുത്തിനോടൊരു ഇഷ്ടം തോന്നിയെന്ന് തോന്നുന്നു. ഈ ഒരു ആംബിയൻസ് കൊണ്ടായിരിക്കണം. ഒരു ദിവസം താങ്കളുടെ തന്നെ അമ്മ ഒരു ഷോയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് അവൻ സാധാരണ കുട്ടികളെ പോലെ എനിക്ക് ഡ്രസ്സ് വേണമെന്നോ കളിപ്പാട്ടം വേണമെന്നോ വാശി പിടിക്കാറില്ലായിരുന്നു. പകരം ഏതെങ്കിലും ഒരു ബുക്ക് എക്സിബിഷൻ ഉള്ള സമയത്ത് ആ ബുക്ക് പോയിട്ട് വാങ്ങിക്കാൻ അവൻ ശാഠ്യം പിടിക്കായിരുന്നു. ഇത്ര ബുക്ക് വേണമെന്നായിരുന്നു അയാൾ പറഞ്ഞിരുന്നത് എന്ന് പറയുമ്പോൾ അമ്മയുടെ ഒരു അഭിമാനം ഞാൻ ആ ഷോയിൽ കണ്ടിരുന്നു. ഞാൻ പറയുകയാണ്, ഏതെങ്കിലും പുസ്തകങ്ങളെ ഇപ്പോൾ ചെറുപ്പം തൊട്ടേ വായിക്കുന്ന കൂട്ടത്തിലല്ലേ, ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചിട്ട് ഈ പുസ്തകം, ഈ കഥ ഒന്ന് സിനിമയായിരുന്നെങ്കിൽ അത് എനിക്കൊന്ന് സ്ക്രീൻ പ്ലേ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിയ പുസ്തകങ്ങളോ കഥകളോ ഉണ്ടോ? ഇപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്ത സീരിയൽ എന്ന് പറയുന്നത് എൻ്റെ ഫാദർ പ്രൊഡ്യൂസ് ചെയ്യാനെന്ന സീരിയലാണ്. അത് സിബി സാർ ഡയറക്റ്റ് ചെയ്ത് ഡെന്നിസ് ജോസഫ് എഴുതാനെന്ന സിനിമയാണ്, അവസ്ഥാന്തരങ്ങൾ എന്ന് പറഞ്ഞു. അത് എഴുതിയത് എൻ മോഹനൻ എന്ന് പറഞ്ഞ ചെറുകഥയാണ്. അപ്പം അതന്ന് സിനിമയില്ല. പിന്നെ സീരിയലായപ്പോൾ ഞങ്ങൾ ആദ്യം എടുക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു സാഹിത്യ സൃഷ്ടി തന്നെയാണ്, ഒരു ചെറുകഥയാണ്. പിന്നീട് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഏറ്റവും ഞങ്ങൾ ആരാധിച്ചിരുന്ന ആളാണ് കായംകുളം കൊച്ചുണ്ണി, നമ്മുടെ ചിത്രകഥ. അത് കായംകുളം കൊച്ചുണ്ണി ഞങ്ങൾ സിനിമയായിട്ട് ചെയ്യുമ്പോൾ ആ ചൈൽഡ്ഹുഡ് ഡ്രീമാണ് ഞങ്ങൾ റീലിവ് ചെയ്യുന്നത്. ഞങ്ങളുടേതായ ഫാൻറ്റസി, ഞങ്ങളുടേതായ ഫണ്ണും എല്ലാം ചേർത്തിട്ട്. ഇതല്ലാതെ ഒരു ബുക്ക് സിനിമയാക്കണമെന്ന് അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല. കാരണം എന്താണെന്നറിയോ, അതിൻ്റെ കാര്യം എന്താ, നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഓർഗാനിക്കായിട്ട് വരുന്ന ചില പ്രചോദനങ്ങളും ചില ഇൻസ്പിറേഷൻസും ഉണ്ടാകും. അതിൽ നിന്ന് ഉരുത്തിരിയുന്ന, അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന തിരക്കഥയ്ക്ക് കുറച്ചുകൂടി ഒരു രസം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. മറ്റത് പിന്നെ ആ സാഹിത്യകൃതിയോട് നീതി പുലർത്താൻ ഞങ്ങൾക്ക് പറ്റുമോ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് ഖസാക്കിൻ്റെ ഇതിഹാസം സിനിമയാകാൻ പോകുന്നു കേൾക്കുമ്പോൾ ശരിക്കും ഞങ്ങൾ ആലോചിക്കാറുണ്ട്, ഖസാക്കിൻ്റെ ഇതിഹാസം ഞങ്ങളുടെ കയ്യിൽ കൊണ്ട് തന്നിട്ട് തിരക്കഥ എഴുതാൻ പറഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു ഓടുകയുള്ളൂ. കാരണം അതൊക്കെ ഞങ്ങൾക്കൊന്നും തൊടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അത് മിക്ക മഹത് ഗ്രന്ഥങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന, ഞങ്ങൾക്ക് പരിചിതമായ ചില അനുഭവങ്ങളും ഞങ്ങൾക്ക് പരിചിതമായ ചില ആൾക്കാരും മേഖലകളും ഒക്കെ തന്നെയാണ്. അതെ, നമ്മളുടെ സിനിമ കൾച്ചർ ഭയങ്കരമായിട്ട് മാറുകയാണല്ലോ. അപ്പോൾ സിനിമ അതിൻ്റെ ഒരു വാണിജ്യപരമായിട്ടുള്ള സാഹചര്യങ്ങളോട് നോക്കിക്കണ്ട് ഇപ്പോൾ ദൃശ്യമൊക്കെ വന്ന സമയത്തേ വളരെയധികം ട്രോളും മീമൊക്കെ ഉണ്ടായിരുന്നു. അതായത് ലാലേട്ടൻ ആ കല്യാൺ സിൽക്സിൻ്റെ പരസ്യം തിരക്കഥയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലാലേട്ടനെ കൊണ്ട് പറയിപ്പിച്ചത് ഈ പറഞ്ഞുള്ള അതിലൊരു കച്ചവട മൂല്യം മുന്നിൽ കണ്ടുകൊണ്ടാണെന്നൊക്കെയുള്ള ഒരുപാട് ട്രോൾസ് ഉണ്ട്. ഇപ്പോൾ ഈ സിനിമ മാറുന്ന സമയത്ത് ഇത്തരം ചിലപ്പോൾ നമ്മൾ ഈ തിരക്കഥയിൽ അത്തരം പരസ്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതാനുള്ള ബലം പിടുത്തങ്ങളും ഈ സ്ട്രെസ്സൊക്കെ
സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള നിലയിൽ ഉണ്ടാകാറുണ്ട്. അതെങ്ങനെയാ അപ്പം അത് ഹാൻഡിൽ ചെയ്യുന്നത്? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഒരു പ്രൊഡ്യൂസറോ ഒരു സംവിധായകനോ ഒരു താരമോ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇന്ന ഇതും കൂടെ ഉൾക്കൊള്ളിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ എന്താണെന്നറിയോ, ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഫോർച്ചുനേറ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്, ഇത്രയും വർഷമായി തിരക്കഥ എഴുതില്ലേ, ഇങ്ങനെയുള്ള ഒരു പ്രഷേഴ്സും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. അത് ചെയ്തേ പറ്റൂ, ഇത് ചെയ്തേ പറ്റൂ, നാളെ അനുഭവിക്കുമോയെന്ന് എനിക്കറിയില്ല. ഇതുവരെയുള്ള യാത്രയാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രോബ്ലം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നും ആരുടെ സൈഡിൽ നിന്നും ഞങ്ങൾക്കൊരു സ്മൂത്ത് റൈഡ് ആയിരുന്നു ശരിക്കും. ഓക്കെ, എങ്ങനെയാണ് ഇനി ഒരു അടുത്ത 5 വർഷത്തേക്കുള്ള സിനിമാ ജീവിതത്തെ സ്വപ്നം കാണുന്നത്, കണക്ക് കൂട്ടുന്നത്? ഞാൻ എപ്പോഴും തോന്നുന്നത് എന്താണെന്നറിയോ റാഫി, സിനിമ വന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസവും ആലോചിക്കായിരുന്നു, സിനിമ വന്നിട്ട് ഇത്രയും വർഷമായി, 5 വർഷമൊക്കെ ഇവിടെ നിൽക്കട്ടെ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇപ്പോഴും എനിക്കൊരു സിനിമ എഴുതാനുണ്ട് എന്ന് പറയുന്നത് നന്ദിയോടെ കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ. 20 വർഷമായിട്ടും സിനിമ ചെയ്യാൻ പറഞ്ഞ് സംവിധായകരും പ്രൊഡ്യൂസേഴ്സും ഞങ്ങളെ സമീപിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളതിന് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നു. വലിയ വലിയ ഡ്രീംസും കാര്യങ്ങളൊന്നും അല്ല ഉള്ളത്. ഉള്ള സിനിമ ഏറ്റവും നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. 5 വർഷം പോയിട്ട് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഇത്രയും പുതുമുഖ തിരക്കഥാകൃത്തുക്കളുടെയും പുതുമുഖങ്ങളുടെ ഒരു കുത്തൊഴുക്കിലും 20 വർഷത്തിന് ശേഷവും ഒരു 2-3 സിനിമ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു താങ്ക്ഫുൾ മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, അതാണിപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് വരാനിരിക്കുന്ന അപ്കമിങ് പ്രോജക്ട്സിനെ പറ്റി ഇവിടെ സംസാരിച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. എൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു 3 സിനിമ ആണിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു 3 മൂവീസാണ്. അതിൻ്റെ എഴുത്തിലാണ്. ഞങ്ങൾ എഴുതുമ്പോൾ ഇന്ന സമയത്തിന് എഴുതി തീർത്തു, ഇന്ന സമയം റിലീസ് ചെയ്യുന്നു ഒന്നും പറയില്ല. കാരണം എഴുത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ പ്രഷർ ചെയ്ത് നമ്മൾ എന്താ പറയുക, ഊതിപ്പഴിപ്പിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഞങ്ങൾ ചെയ്യാറില്ല. തിരക്കഥ എപ്പോൾ എഴുതി തീരുന്നോ അപ്പോൾ ആ സിനിമകൾ വരും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, ഗംഭീരമാവട്ടെ. ഈ പറയുന്ന പോലെ മലയാള സിനിമയിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കിയ, മാറ്റങ്ങൾ ഉണ്ടാക്കിയ എഴുത്തുകാരാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന പോലെ ഒരു സിനിമാ പ്രേമി എന്നുള്ള നിലയിൽ ഞങ്ങളും ഒരുപാട് നല്ല സിനിമകൾ ഒറ്റ നോക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ സംഭവിക്കും. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് ക്വാളിറ്റി ടൈം. Thank you so much. Thank you.